മിസ്റ്റർ പ്രശാന്തൻ, എന്റെ പേര് ജോണി. ഹലോ. സാറിന് റിസീവ് ചെയ്യാൻ കമ്പനിയിൽ നിന്ന് തന്നെ അയച്ചിരിക്കുക. അടുത്തൊരു ഹോട്ടൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, ബോംബെയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ആ കുന്നിന്റെ മുകളിലാണ്. VIPs എല്ലാം അവിടെയാ താമസിക്കുക. ഓ, അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല. അത് പറ്റില്ല. സാറിന് വേണ്ട വിധം സ്വീകരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഏയ് മിസ്റ്റർ, ഇത് ഹോട്ടലല്ലല്ലോ. നിങ്ങൾ എന്നെ എവിടെയാ കൊണ്ടുവന്നിരിക്കുന്നത്? വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല മിസ്റ്റർ പ്രശാന്ത്. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ ആരെയും ചതിക്കാറില്ല. പിന്നെ നിങ്ങൾ എന്തിനെ ഇവിടെ കൊണ്ടുവന്നു? അത് നിങ്ങൾക്ക് താമസിയാതെ മനസ്സിലാവും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. 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 ഇന്നലെ തന്നെ 6 തവണ ഞാൻ ബോംബെക്ക് വിളിച്ചു. പ്രശാന്ത് സാറിനെ കുറിച്ച് ഒരറിവും കിട്ടിയില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? ചാർജ് അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ട് ജയരാജനോട് ഇങ്ങോട്ട് പോരാൻ TP മെസ്സേജ് കൊടുക്കൂ. ശരി സർ. പ്രശാന്ത് സാറിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണ്ടേ? നോ, അതിന്റെ ആവശ്യമില്ല. അവൻ എന്നെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് പിള്ളേ. ആര് ജയിക്കും നമുക്ക് കാണാം. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സർ. എന്നാ കേട്ടോളൂ. അവൻ നാട് വിട്ടിരിക്കുകയാണ്. അവന്റെ വിവാഹം ഞാൻ അംഗീകരിക്കണം. എല്ലാം സംഭവിച്ചു എന്ന് പത്രത്തിൽ പരസ്യവും കൊടുക്കണം. അപ്പോൾ മാത്രമേ അവൻ തിരിച്ചു വരുള്ളൂ പോലും. മുതലാളി, എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നോട് പ്രശാന്ത് സാർ സംസാരിച്ചത് ഈ രീതിയിലല്ല. ഇതവൻ ജയരാജനോട് ഫോണിൽ പറഞ്ഞതാണ്. ഫൂൾ. അവൻ കരുതിയത് ഞാൻ ഇതിൽ അപ്സെറ്റ് ആവുമെന്നാണ്. നോ നോ നോ, ഞാൻ അവന്റെ മുമ്പിൽ ഒരിക്കലും മുട്ടുകുത്തില്ല. കുറെ കഴിയുമ്പോൾ അവൻ താനെ തിരിച്ചു വരുമ്പോഴേ എന്റെ മകൻ എന്നെ പഠിപ്പിക്കാൻ നോക്കുന്നു. ആര് കൊണ്ടുപോയി? ആ കുട്ടിയെ മേനോ സാർ സ്കൂളിൽ വന്ന് കൊണ്ടുപോയി. അക്കച്ചിയെ അപ്പൂപ്പൻ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? എല്ലാവരും നമ്മളെ വിട്ടുപോകുന്നു മോനെ. അവസാനം നീ ഞാനും മാത്രം. ഹലോ, മിസ്റ്റർ ജയരാജനല്ലേ? ആ, ഞാൻ മായയാണ്. അത്യാവശ്യമായി വീട്ടിലൊന്ന് വരണം. എനിക്ക് തീരെ സമയമില്ല. എന്താ കാര്യം? പ്രശാന്ത് ചേട്ടന്റെ ഒരു വിവരവുമില്ല. എനിക്കറിഞ്ഞുകൂടാ. ബോംബെ ചാർജ് എടുത്തിട്ടില്ലെന്ന് മാത്രം അറിയാം. ചേട്ടൻ എവിടെ പോയി? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയും?
ദയവായി പ്രശാന്തേട്ടനെ പറ്റി ഒന്ന് അന്വേഷിക്കണം. ആ ശ്രമിക്കാം. ചക്കിയെ പ്രശാന്തേട്ടന്റെ അച്ഛൻ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അമ്മാവൻ അതിനുള്ള അധികാരമുണ്ട്. സോറി, ഞാൻ അല്പം തിരക്കില, പിന്നീട് സംസാരിക്കാം. നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? വന്നതോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? കമ്പനി കണക്ക് ശരിയാക്കാൻ അസിസ്റ്റന്റ് മാനേജർ എന്നെയാണ് ശല്യപ്പെടുത്തുന്നത്. അയ്യോ, സമാധാനം പറഞ്ഞ മടുത്തു. അയാളോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞെന്നാ? ഇനി വെച്ചുകൊണ്ടിരുന്നാൽ അയാൾ അമ്മാവനോട് പറയൂ അത്രേ. അതിനുള്ള ധൈര്യം അവനുണ്ടാവില്ല. എന്തൊക്കെയാണേലും അവൻ എന്റെ അസിസ്റ്റന്റ് ആയിരുന്നവനല്ലേ. അത് പണ്ട്. ഇന്ന് അയാൾ ബോംബെ ഓഫീസിലെ മാനേജരാണ്. നീ ഒരു ഒറ്റ കാരണം എല്ലാം തകർന്നത്. ഞാൻ എന്താ ചെയ്യുന്ന? ആ ജോണിദാതയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് നീ പട്ടിഷോ നടത്തിയില്ല. കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ച 6 ലക്ഷം രൂപ നിങ്ങൾ കുതിരപ്പന്തയത്തിൽ കളഞ്ഞല്ലേ? അതിന് ഞാനാ ഉത്തരവാദി. എടി, ഇത് ഓഫീസ് ഒന്ന് പതുക്കെ പറ. എന്തായാലും ഉടനെ നിങ്ങളെ ഇടപാടുകളെല്ലാം തീർക്കണം. മാർവാടികളുടെ ശല്യം കാരണം എനിക്ക് ബോംബെ നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് അവിടെ ഒരു മാന്യത ഉണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ?